6 മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ? പല്ല് ക്ലീൻ ചെയ്തുകൊണ്ട് ഇനാമിൽ പോകില്ല. പക്ഷെ പലരും ചോദിക്കുന്നത് ഇതിന് ശേഷം എനിക്ക് പുളിപ്പ് വരുന്നുണ്ട്, അത് ഇനാമിൽ പോയിട്ടല്ലേ എന്ന് പറയും. ബ്രഷ് ചെയ്യുമ്പോൾ എത്ര സമയം ചെയ്യണം? ഡോക്ടർ എത്ര സമയം ബ്രഷ് ചെയ്യും? പല്ല് തേച്ച് 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 നന്നാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ചിലപ്പോൾ 5 മിനിറ്റ് ഇന്ന് പല്ല് തേക്കും. അത് കൂടുതൽ പ്രശ്നമാണ്. ഉമിക്കിരി ആണോ പേസ്റ്റ് ആണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? എനിക്ക് മടുത്തിട്ടാണ് ഞാൻ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നിർത്തിയത്. ടൂത്ത് പേസ്റ്റ് തന്നെ ഇപ്പൊ പല കമ്പനീസ് ഉണ്ടല്ലോ, അപ്പൊ ഏതാണ് ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്? ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ദോ. ലൈക്ക് ഇത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തിന് ഫാക്ച്വലി പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ടെക്നിക്കലി നോക്കി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പല്ലേക്കണ്ടേ? പല്ലേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ കഴിക്കാറുണ്ട് രാവിലെ ഇടയ്ക്ക്. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ് പറയുന്നത്. അത് കറക്റ്റ് കൂടിയിട്ടുണ്ടോ അറിയില്ല. How will you know? Like, I don't know. പ്രഗ്നൻസിയിലായാലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലും പല്ല് കേട് വരാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പാരൻസിന് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നതൊക്കെ നല്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇഫ് യുവർ പാരൻസ് ഹാവ് ഗം ഇഷ്യൂസ്. കുറെ പല്ലുകൾ കേടായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഗ്രാൻഡ് ഫാദർ തന്നെ ഫുള്ള് വീട്ടുകാരാണ്. അല്ല, നമുക്കിത് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ദിവസം ട്രാവൽ ചെയ്യായിരുന്നു, കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് നിർത്തി ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി കയറി വരുന്നില്ല. പുള്ളി ഭയങ്കര തപ്പലാണ്. എന്താന്ന് നോക്കിയപ്പോ പല്ല് ഊരിപ്പോയി. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഫ്രെയിംസ്. മൈസെൽഫ് റോസൻ ചാക്കോ. ഇന്ന് നമ്മൾ കുറച്ച് ഡെൻ്റൽ ടോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ വളരെ രസകരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡെൻ്റൽ കണ്ടൻസ് തരുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ദ ഫൗണ്ടർ ഓഫ് DFAC ഇന്ത്യ, റിനോൺഡ് പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ഡോക്ടർ ഫ്രാങ്കോ ബാബു. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. ഇപ്പോൾ ഡോക്ടറെ പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയും തിരക്കിനിടയിൽ ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ ഈ സമയം കണ്ടെത്തി റീൽസ് ചെയ്യുന്നത്? അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ എപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് റീൽസ് ചെയ്ത് ഇപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്താമെന്നുള്ള ഡിസിഷൻ എപ്പോഴാണ് ഡോക്ടർ വന്നത്? ഒരു 3 ആഴ്ചയിലെ കണ്ടന്റ് ഒക്കെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ഹാഫ് ഡേ എടുത്തിട്ട് അങ്ങ് തീർക്കും. അങ്ങനെയാണ് യൂഷ്വലി പോകുന്നത്. എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ എടുക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടല്ലോ. ഇൻസ്റ്റഗ്രാം തന്നെ ഈസ് പ്രൊവൈഡിങ് ദാറ്റ് ഫീച്ചർ ഓഫ് ക്വസ്റ്റ്യനിങ്. സോ അതിൽ ചില സമയത്തൊക്കെ ഒരു 200 ക്വസ്റ്റ്യൻ ഒക്കെ വരും. ആ ക്വസ്റ്റ്യൻ ബൈ ഇറ്റ്സെൽഫ് ഈസ് എ കണ്ടന്റ്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പം എല്ലാവരും കൂടെയാണ് നമ്മളെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും അതിൻ്റെ സബായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങണം എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഒരു 2.5 years ആയിട്ടാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാം കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ കുറച്ച് ഞാൻ ഇത്ര ഇങ്ങനെ ഓപ്പണായി സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓവർ എ പീരീഡ് എൻ്റെ ഹൂ ഈസ് മാനേജിങ് മൈ അക്കൗണ്ട്, ഇപ്പം പലർക്കും അറിയാവുന്ന ഒരാളാണ് സുനിൽ എന്ന് പറഞ്ഞിട്ട്, ഇൻ ബിസിനസ് ഗ്രാം എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. സോ ഹീ കെയിം ആസ് എ പേഷ്യന്റ്. സോ ആൻഡ് ഹീ ലൈക്ക് ദ വേ ഐ വാസ് ടോക്കിംഗ് ടു ഹിം. സോ ഹി ആസ്ക്ഡ് മീ ലൈക്ക് വൈ ഡോണ്ട് യു ഗിവ് അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡിനൊക്കെ കൂടുതൽ ഹീ സെഡ് വൈ യു ആർ നോട്ട് യൂസിങ് ഇൻസ്റ്റാഗ്രാം, യൂസിങ് ഫേസ്ബുക്ക്. ഹീ വാസ് ടെല്ലിങ് മീ. അപ്പോൾ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പം അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് പോയി. പിന്നീട് വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട് ആര്യ എന്ന് പറഞ്ഞിട്ട്, ബഡായി ബംഗ്ലാവിൽ. സോ ആര്യ കെയിം ഇൻ ഫോർ ഹെർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഓക്കെ ഗോ ഹെഡ് വിൽ ലെറ്റ്സ് ഷൂട്ട് വൺ എന്ന് പറഞ്ഞിങ്ങനെ പോയി. ആൻഡ് ദാറ്റ് വാസ് എ ഹിറ്റ്. അത് ആര്യയുടെ ചാനലിൽ തന്നെ പെട്ടെന്നൊരു 100K അങ്ങനെ ഒരു വലിയ ഒരാഴ്ച കൊണ്ട് അങ്ങനെ ഫുള്ളായപ്പം ഐ വാസ് ലൈക്ക് വാവ്, that's a good thing. അപ്പോൾ അത് ബട്ട് സ്റ്റിൽ എനിക്ക് ഇതിനെ എങ്ങനെ ഫോർവേഡ് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ദിവസം ആരെയും വിളിക്കാൻ പറ്റില്ല. എനിക്കപ്പോൾ വാട്ട് വിൽ ഐ ഡു എന്ന് പറഞ്ഞപ്പോൾ അഗെയിൻ സുനിൽ കോൾ മീ അപ്പ്. സോ ഹി ജസ്റ്റ് ആസ്ക്ഡ് ലൈക്ക് ഹൗ ഇസ് ഇറ്റ്. ഞാൻ പറഞ്ഞു ഇറ്റ് ലുക്സ് ഗുഡ്. അപ്പോൾ യു ടോക്ക് വെൽ, സോ വൈ ഡോണ്ട് യു ടോക്ക്. അപ്പം ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കും കൂടെ കുറച്ച് ഗുണം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് അപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ക്രിയേറ്റർ അല്ലല്ലോ. സോ ഹി ടോൾഡ് മീ ലൈക്ക് വൈ ഡോണ്ട് യു ട്രൈ. അപ്പം അങ്ങനെ ബി തോട്ട് ഓഫ് ഗിവിങ് ഫ്രീ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുത്ത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു വലിയ കാര്യത്തിന് പബ്ലിക്കിലേക്ക് നമ്മൾ അവയർനെസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ക്ലീനിങ് ഫസ്റ്റ്. പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച്. അത് പലരും പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഈ നാമൽ പോവും.
ദാറ്റ് വാസ് സുനിൽസ് ക്വസ്റ്റ്യൻ. സുനിൽ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ പല്ല് ക്ലീൻ ചെയ്ത ഇനാമിൽ പോകത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇനാമിൽ പോകില്ല, എൻ്റെ കാരണം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹി ടോൾഡ് ദിസ് ഇറ്റ് സെൽഫ് ഈസ് എ കണ്ടന്റ്, ദെൻ വൈ ഡോണ്ട് യു ഡു? അങ്ങനെ ചോദിച്ചപ്പം ദാറ്റ് ഗേവ് എ സ്പാർക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെയ്തു തുടങ്ങി. ആൻഡ് ഹി ടോൾഡ് മീ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്, വൈ യു വാണ്ട് ടു ലുക്ക് അറ്റ് ഇറ്റ്. അതാണ് ഒരു സ്റ്റാർട്ട് അല്ലേ? ഡോക്ടർ ഇപ്പം ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല ഭാഗത്തു നിന്ന് പേഷ്യൻസ് വരാൻ തുടങ്ങിയോ? അതായത് പേഷ്യൻസ് ഡോക്ടറെ പറ്റി അറിഞ്ഞ് ആ ഒരു ചേഞ്ച് ഡോക്ടറിന് ഫീൽ ചെയ്തോ? ഡോക്ടർ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ ശേഷവും അത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നോ? വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിമിൽ എനിക്ക് കൂടുതലും റെഫറൽ പേഷ്യൻസ് ആയിരുന്നു. കാരണം സം ഏരിയ ഓഫ് മൈ എക്സ്പെർട്ടീസ് വാസ് നോൺ ടു പീപ്പിൾ. അത് ഡോക്ടേഴ്സിനും കുറച്ച് പേഷ്യൻസിനും പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ യൂസ് ടു ഡു ആഡ്സ്. ഞാൻ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുമായിരുന്നു, ഞാൻ ആക്ട് ചെയ്യുമായിരുന്നു, അങ്ങനെ ചെറിയ അപ്പം ഞാൻ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പം ആ ഒരു കണക്ഷനിൽ കൂടെ ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഒരുപാട് കണക്ഷൻസിൽ കൂടെ വന്ന പേഷ്യൻസ് ആണ് എനിക്ക് കൂടുതലുണ്ടായിട്ടുള്ളത്. പിന്നെ അത് ലുക്ക് ഗുഡ്, അപ്പോൾ പല ആൾക്കാർ അത് കണ്ട് അങ്ങനെ വന്ന് റെഗുലർ പ്രാക്ടീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഐ ക്യാൻ സേ ലൈക്ക് ഐ ഹാവ് പേഷ്യൻസ് ഫ്രം എവറി കൺട്രി വേർ ദർ ഇസ് എ മലയാളി. ഞാൻ ചിലപ്പോൾ എനിക്ക് UK ഐ ഡു ഓൺലൈൻ കൺസൾട്ടേഷൻസ്. എനിക്ക് ഐ ഹാവ് എ ഡിസൈൻ. ഇത് ഡോക്ടറിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നതാണോ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ? അതെ, ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസ് എൻ്റെ അറിവിൽ അധികം ഇല്ല. ഇത് ഐ ഹാവ് ഡിസൈൻഡ് അവേ. ബിക്കോസ് എന്നോട് ഇപ്പോൾ പലരും ചോദിച്ചാലും ഇഫ് യു ആസ്ക് എ ഡെന്റിസ്റ്റ് ക്യാൻ യു ഡു ആൻ ഓൺലൈൻ കൺസൾട്ടേഷൻ, ദേ വുഡ് സേ ഇറ്റ് വിൽ നോട്ട് ബി കംപ്ലീറ്റ്. അപ്പം അതിന് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ ക്ലിനിക്കിൽ വന്ന് ചെക്ക് ചെയ്ത് വാ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ബട്ട് ഐ ഹാവ് ഡിസൈൻഡ് ഇറ്റ് ഇൻ എ വേ സോ ദാറ്റ് ഓൺലൈനിൽ ഇപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ലോകത്തെ ഏത് ഭാഗത്തുനിന്നും കണക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഐ ഡിസൈൻഡ് ഇറ്റ്. അത് ആക്ച്വലി ഓൺലൈൻ കൺസൾട്ടേഷൻ ഭയങ്കര നല്ലതാണ്. കാരണം അവിടെയൊക്കെ അവർ ഭയങ്കര സ്ട്രഗ്ലിംഗ് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. കാരണം വെച്ചാൽ പുറത്ത് ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു വെയിറ്റ് ഫോർ 3 months. ആൻഡ് ഓൾസോ ഇപ്പോൾ UK, കാനഡ, USA അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മുടെ ഇവിടെ ഫ്ലൈറ്റിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവിടെ കറങ്ങിയിട്ട് തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി പൈസ ഉണ്ട് അവരുടെ കയ്യിൽ. കാരണം അത്ര എക്സ്പെൻസീവ് ആണ്. ഡോക്ടർ, അപ്പം നമ്മൾ 6 മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ? പലരുടെയും സംശയം എന്ന് വെച്ചാൽ ഇനാമിൽ പോകുന്നത് പലരുടെയും ഒരു കൺസേൺ ആണ്. പല്ല് പുളിപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിക്കവരും ആ പരിപാടിക്ക് പോകാത്തത്. പല്ല് ക്ലീൻ ചെയ്തുകൊണ്ട് ഇനാമിൽ പോകില്ല. ഈ പല്ല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് ടിപ്സ് ആണ്. അപ്പോൾ അൾട്രാസോണിക് വൈബ്രേഷൻസും അതിൻ്റെ കൂടെ വെള്ളവും ഒക്കെ ചെന്നിട്ടാണ് അത് ക്ലീൻ ചെയ്ത് പോകുന്നത്. പിന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കൂടുതലും അഴുക്ക് റിമൂവ് ചെയ്യേണ്ട വരുന്നത് നമുക്ക് ബേസിക്കലി പല്ലിൻ്റെ മോണയുടെ ഇടയിലുള്ള ആ ഭാഗത്ത് അഴുക്ക് കൂടുമ്പോഴാണ്. ഇതിനൊരു വൈബ്രേഷൻ വരുമ്പോഴേക്കും അതിങ്ങനെ അടർന്നു പോകും. അല്ലാതെ ഇത് പല്ലിൻ്റെ ഇനാമലിനെ അല്ല കളയുന്നത്. പക്ഷെ പലരും ചോദിക്കുന്നത് ഇതിന് ശേഷം എനിക്ക് പുളിപ്പ് വരുന്നുണ്ട്, അത് ഇനാമിൽ പോയിട്ടല്ലേ എന്ന് പറയും. കാരണം വെച്ചാൽ ഈ അഴുക്ക് പോകുമ്പോഴാണ് കുറച്ച് ഇനാമിലില്ലാത്ത പല്ലിൻ്റെ ഭാഗമുണ്ട് അത് എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പം നമ്മൾ നോർമൽ വെള്ളം കുടിക്കുമ്പോഴും ഇത് പുളിപ്പ് വരാം. പക്ഷെ അവിടെ ഗംസ് റീഅറ്റാച്ച് ചെയ്യുന്ന ആ ടൈം മതി ആ പുളിപ്പ് മാറാനായിട്ട്. പലരും ഇത് മാത്രം പേടിച്ചോണ്ട് അത് ചെയ്യാണ്ടിരിക്കുന്നത്. പിന്നെ ഈ 6 months കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് പല്ല് ക്ലീൻ ചെയ്യുന്നതിന് മാത്രമല്ല. ഈ എന്തുകൊണ്ടാണ് ഡെന്റിസ്ട്രി ഭയങ്കര എക്സ്പെൻസീവ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ചെറിയൊരു കേട് വന്നത് അടയ്ക്കുന്നതിന് ചിലപ്പോൾ ഒരു 500 to 1000 rupees ഓൺ ആൻ ആവറേജ്. ഞാനൊരു എല്ലാവരുടെയും പ്രൈസിങ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ല, ജസ്റ്റ് തിങ്ക്. ചില സ്ഥലത്ത് ചിലപ്പോൾ അതിലും കുറവായിരിക്കും, ചില സ്ഥലത്ത് അത് കൂടുതലായിരിക്കും. ഞാനൊരു ആവറേജ് പറയുന്നതേ ഉള്ളൂ. തിങ്ക് അബൌട്ട് ദാറ്റ് ഈസ് ബീൻ അൺനോട്ടിസ്ഡ്. നോട്ടീസ് ചെയ്യാതെ പോയൊരു കേട് അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ട വരുമ്പോൾ ഒരു 5 to 10,000 എക്സ്പെൻസ് അതിനായി. ഏത് ഒരു 500 രൂപ മുടക്കി ചെയ്യേണ്ട കാര്യത്തിന് ഇത് വന്നു. അത് ചെയ്താൽ മാത്രം പോലെ അതിന് മുകളിൽ ഒരു ക്രൗണും കൂടി ഇടണം, വിച്ച് വിൽ കോസ്റ്റ് യു 10,000 to even 35,000 rupees. So think about ഒരു 10,000 plus another 5,000, 15,000 ജസ്റ്റ് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പോയി. നമ്മൾ ഒന്ന് പല്ല് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പല്ല് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ്. ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞ രീതിക്കാണ് ഇതിനെ കാണേണ്ടത്. അല്ലാതെ ഒരിക്കലും പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് പല്ല് ക്ലീൻ ചെയ്യണം, എന്റെ പല്ല് ഇങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ളതല്ല. ഈ വേദന വരുന്നത് ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്ക് പെയിൻ വരുന്ന ത്രഷോൾഡ് ആയിരിക്കത്തില്ല റോസൻ ഉണ്ടാവുന്നത്, അതുപോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് ആ ത്രഷോൾഡ് വെച്ച് ചിലരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പോകണ്ടേ, ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ടേ, അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാദർ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും ചിലപ്പോൾ. കാരണം അപ്പം തന്നെ പോയി കാണിക്കാൻ ചിലപ്പോൾ നോക്കില്ല. കാരണം എൻ്റെ കംഫർട്ട് അവിടെയാണ്.
പക്ഷെ ഇങ്ങനെ ഒരു റുട്ടീൻ ചെക്കപ്പ് വെക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ അവോയ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്, സേവ് എ ലോട്ട് ഓഫ് മണി. ബ്രഷ് ചെയ്യുമ്പോൾ എത്ര സമയം ചെയ്യണം? ഡോക്ടർ എത്ര സമയം ബ്രഷ് ചെയ്യും? ഞാനൊരു 2 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ താഴെയോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ ഒക്കെ മാക്സിമം ചെയ്യത്തുള്ളൂ. ഓൺ ആൻ ആവറേജ് ഒരു 90% ആൾക്കാർ ഒരു 45 സെക്കൻഡ്സിൽ കൂടുതൽ ബ്രഷ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന് ഓരോ ടെക്നിക്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ബാസ് ടെക്നിക്ക് അല്ലെങ്കിൽ വേറെ ഓരോ ടെക്നിക്സിൽ നമ്മൾ ഓരോ പല്ലിനെ എടുത്തെടുത്ത് ഇങ്ങനെ നമ്മൾ ഓരോ ഏരിയനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1.5 to 2 minutes എന്തായാലും വരും. ചില ആൾക്കാർക്ക് ഈ പല്ല് തേച്ച് നന്നാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ചിലപ്പോൾ 5 മിനിറ്റ് പല്ല് തേക്കും. അത് കൂടുതൽ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇപ്പം അവർ യൂസ് ചെയ്യുന്ന ഒരു സിലിക്ക ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അതിൻ്റെ കൂടെ ഉമ്മിക്കരി ഇടുന്നു. അങ്ങനെ കുറച്ച് അബ്രസീവ്സ് ഉള്ള പേസ്റ്റ് അങ്ങനത്തെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും സമയം നിന്ന് തേക്കുമ്പോൾ ആക്ച്വലി തേച്ച് കളയുവാണ്, ഇനാമലിനെ തേച്ച് കളയുവാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ മാതിരി ഓവറായിട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് അവിടെ ഉള്ള അഴുക്ക് പോവുക, അത് ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ള റിക്വയർമെന്റ് ആയിക്കഴിഞ്ഞാൽ കൂടുതൽ തേച്ചത് കൊണ്ട് നമുക്ക് ഒരു കൂടുതൽ ബെനിഫിറ്റ് വരില്ല. ഇല്ല ഡോക്ടർ. അതുപോലെ നമുക്ക് ഈ ബ്രഷ് നമ്മൾ എത്ര ഇൻ്റർവെല്ലിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം? സാധാരണ ഇപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ ബ്രഷ് കാണാണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് വേറെ സ്ഥലത്ത് പോകുമ്പോഴൊക്കെയാണ് നമ്മൾ പുതിയ ബ്രഷ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇന്റർവെൽസിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ഡിപ്പെൻസ്. നമുക്കിപ്പോൾ ഒരു 2 months കൂടുമ്പോൾ അല്ലെങ്കിൽ 3 months കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്നവരുണ്ട്, 3 വർഷമായിട്ട് ചേഞ്ച് ചെയ്യാത്തവരുണ്ട്. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രിസിൽസിൻ്റെ ആ ഫങ്ഷനാലിറ്റി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രഷ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ആൾക്കാർ ഒരു പരന്ന ബ്രഷ് വെച്ചിട്ട് തേച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് എഫക്റ്റ് കിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ആ ബ്രിസിൽസ് ഫുള്ളി ഫങ്ഷണലായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരുപാട് ഫ്ലവർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ബ്രഷസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ ഒരു ഹാർഡ് ബ്രഷ് ഉണ്ട്, മീഡിയം ബ്രഷ് ഉണ്ട്, സോഫ്റ്റ് ബ്രഷ് ഉണ്ട്. നമുക്ക് ഗംസിനൊക്കെ ഇഷ്യൂ ഉള്ള സമയത്ത് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ് ബ്രഷ് ആണ്. കാരണം വെച്ചാൽ നമ്മളെ ഗംസിന്റെ ഇഷ്യൂ ഉള്ള സമയത്ത് കൂടുതൽ അവിടെ അബ്രേഷൻ സംഭവിക്കാതിരിക്കാൻ, ഗംസിന് കൂടുതൽ ഇത് പറ്റാതിരിക്കാനൊക്കെ ആയിട്ട് സോഫ്റ്റ് ബ്രഷസ് ആണ്. അപ്പോഴും സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻസിനും സോഫ്റ്റ് ബ്രഷ് ആണ് സജസ്റ്റ് ചെയ്യുക. കാരണം കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള ബ്രഷിന് കൂടുതൽ അബ്രസീവ് നേച്ചർ ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും, അബ്രേഷൻ ഉണ്ടാവും, ഇനാമൽ അബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ഇത് ഒഴിവാക്കാനും നമ്മൾ പല ടൈപ്പ് ബ്രഷ് ഉപയോഗിക്കും. അപ്പം ഈ പല ടൈപ്പ് ബ്രഷിനും പല ടൈമിലാണ് അതിന്റെ വേറെ ടയർ സംഭവിക്കുക. ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് അത്ര പെട്ടെന്ന് പോകില്ലല്ലോ. പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, ഇപ്പോഴും അമ്മമാർ പറയാറുണ്ട് ഉമ്മിക്കരിയാണ് നല്ലത്, ഉമ്മിക്കരി വെച്ച് തയ്ച്ചാൽ പല്ല് കൂടുതൽ വെളുക്കും, പേസ്റ്റിനേക്കാളും നല്ലതാണെന്നുള്ളത്. അപ്പം നമ്മൾ ആ 2 ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഉമ്മിക്കരിയാണോ പേസ്റ്റ് ആണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഞാൻ പേസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം വെച്ചാലേ പണ്ട് നമ്മൾ ഫോണിൽ വിളിച്ചോണ്ടിരുന്നു, നമുക്ക് മൊബൈലിൽ റേഡിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ഫോണാണോ ഉപയോഗിക്കുന്നത്? ഏത് ടെലിഫോണാണോ ഉപയോഗിക്കുന്നത്? ടെലിഫോൺ അല്ല, മൊബൈലല്ലേ യൂസ് ചെയ്യുന്നത്. അതെന്താ മറ്റേ അല്ല? അങ്ങനെയാണെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആണ്. എനിക്ക് മടുത്തിട്ടാണ് ഞാൻ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിർത്തിയത്. കാരണം വെച്ചാൽ പല ആൾക്കാരും എനിക്ക് അയച്ചു തരും. എനിക്കൊരു ദിവസം ഒരു 8 മെസ്സേജെങ്കിലും വീഡിയോസ് അയച്ചു തരും. ഇങ്ങനെ തന്നിട്ടുണ്ട് പല്ല് വെളുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പലര് മഞ്ഞപ്പൊടി ഇടുന്നു, മറ്റേ ആ ഹാക്സ്, ഉമ്മിക്കരി, മഞ്ഞപ്പൊടി. അപ്പം ഈ ഉമ്മിക്കരി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഞാൻ ഒന്നിനും എതിരായിട്ടല്ല, നമുക്ക് ഓരോ ടെക്നോളജി മുമ്പോട്ട് പോകുന്നു. പേസ്റ്റ് പണ്ടില്ല. ഇറ്റ്സ് എ ഗുഡ് ഫോം ഓഫ് അബ്രസീവ് പ്ലസ് പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഡിറ്റർജൻറ്റ് എഫക്റ്റ് ഉള്ള സംഭവങ്ങളും എല്ലാം നല്ല രീതിയിൽ ഹ്യൂമെക്ടൻസും ഒക്കെ ഉള്ള ഒരു സയൻറ്റിഫിക്കലി ഫോം ചെയ്തിട്ടുള്ള കാര്യമാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പം ഉമ്മിക്കരിയാണെന്ന് നമുക്ക് സൗകര്യമെങ്കിൽ യു ക്യാൻ ട്രൈ. നോബഡി സേസ് നോ ടു യു. ഞാൻ ചോദിച്ചത് ഏതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നതും എഫക്റ്റീവ് എന്ന് പറയുന്നതും രണ്ടും നമ്മുടെ കയ്യിൽ. നമ്മൾ വിരൽ വെച്ചിട്ടാണ് ഉമ്മിക്കരി തേക്കുന്നതെങ്കിൽ എത്ര എഫക്റ്റീവായിട്ട് പല്ലിന്റെ ഇടയിലുള്ളത് പോവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഇതിൽ അഴുക്കിരിക്കുന്നത് പോകണമല്ലോ. ഇത് വെളുക്കുക എന്നുള്ളതല്ല നമ്മുടെ പല്ല് തേക്കുന്നതിന്റെ ഉദ്ദേശം. പല്ല് വെളുപ്പിക്കുക എന്നുള്ളതല്ല, അഴുക്ക് പോകണം എന്നുള്ളതാണ്. ബ്രഷ് മിനിമം യൂസ് ചെയ്യണം. ബ്രഷിൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാതെ നമുക്ക് പല്ല് തേക്കാൻ പറ്റും, റൈറ്റ്? അപ്പൊ നമുക്ക് മെക്കാനിക്കലി സംഭവങ്ങൾ റിമൂവ് ചെയ്യാം. പേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അവിടുത്തെ ക്ലീനിങ് കപ്പാസിറ്റി കുറച്ച് കൂട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉമ്മിക്കരിയാണ് അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ അബ്രേസീവ് നേച്ചർ കുറച്ച് കൂടുതലാണ്. ഉമ്മിക്കരിയുടെ അതിന്റെ അബ്രേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇനാമൽ പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇപ്പൊ പേസ്റ്റിലാണെങ്കിൽ തന്നെ നമ്മൾ നോർമൽ ഒരു ഡെന്റൽ ക്രീം അല്ലെങ്കിൽ ഡെന്റൽ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു പേസ്റ്റിന്, ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന പേസ്റ്റും ജെൽ ഫോമിലുള്ളപ്പം
ക്ലോസപ്പിന്റെ ഒക്കെ കുറെ അങ്ങനെ എല്ലാ കമ്പനിക്കും അവരുടെ ജെൽ ഫോം ഉണ്ട്. ആ ജെൽ ഫോമിന് കുറച്ചും കൂടെ ക്ലീൻ മൗത്ത് ഫ്രഷനിങ് സംഭവങ്ങളൊക്കെ കൊടുക്കും. അത് അവർ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി വൈറ്റനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പറയുന്നത് അവിടെ അബ്രേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പൊ ബേസിക്കലി ഇപ്പം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി സേ പേസ്റ്റ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ഇറ്റ്സ് സിംപ്ലിഫൈഡ്. ഈ സാധനങ്ങളൊക്കെ അതിന്റെ ആ ഇൻഗ്രീഡിയൻസിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ആവശ്യത്തിനുണ്ട്. അത് പോരെ, പിന്നെ അത് ഓവറാക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഡോക്ടർ ഇപ്പൊ ടൂത്ത് പേസ്റ്റ് തന്നെ ഇപ്പൊ പല കമ്പനീസ് ഉണ്ടല്ലോ. അപ്പൊ ഏതാണ് ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്? അല്ലെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്? ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ദോ. ലൈക്ക് ഇത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ആർക്കും ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാരണം ഒരു പേസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് സയൻറ്റിഫിക്കലി റിക്വയർഡ് ആയിട്ടുള്ള FSSAI സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഒരു പേസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പിട്ടിട്ട് ഇതിൽ ഉപ്പുണ്ടെന്ന് പറയുമ്പം ഉപ്പിട്ട് നേരത്തെ ചെയ്യുന്ന പണ്ടത്തെ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ഗിമിക്. അതിൻ്റെ ഉള്ളിൽ കുറേ വേദമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആയുർവേദമുണ്ട്, അതിൻ്റെ ഉള്ളിൽ മറ്റ് പല സംഭവങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് വാങ്ങിക്കും. അത് സാധാരണ ഒരു കാര്യമാണ്. ഒരു നോർമൽ പേസ്റ്റിന് ചെയ്യാവുന്ന കാര്യം അവരും അതിനും ചെയ്യുന്നുള്ളൂ. ഞാൻ ബീങ് വെരി ഓണസ്റ്റ് ബിക്കോസ് ഐ എം നോട്ട് ബാക്ക്ഡ് ബൈ എനി കമ്പനി. ഐ ഡോണ്ട് നീഡ് ടു സേ അബൌട്ട് ഇറ്റ്. സോ ഒരു നോർമൽ ഡെന്റിസ്റ്റ് എനി നോർമൽ പേസ്റ്റ് വുഡ് ഡു. എനി നോർമൽ പേസ്റ്റ്. അതിന് വേദം വേണമെന്നില്ല, ഉപ്പും വേണ്ട, ചാർക്കോളും വേണമെന്നില്ല. ഇറ്റ് വർക്ക്സ്. അപ്പൊ നമ്മളിപ്പോ ഫ്ലൂറൈഡ് ഉള്ള ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ഫ്ലൂറൈഡ് ഉള്ളത് നമുക്ക് ഉപയോഗിക്കുന്നത് ഇസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ നമ്മൾ കൊച്ചുകുട്ടികളിൽ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ളത് കൊടുക്കുമ്പം അതൊരു ഇൻഗ്രീഡിയൻറ്റ്. ചിലർക്ക് പേടിയാണല്ലോ ഇപ്പം ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ളത് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റിലുള്ളത് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറില്ല. വേറെ കാര്യം വെച്ചാൽ നോർമൽ ഒരു പേസ്റ്റ് എടുത്തിട്ട് ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേര് അത് വിഴുങ്ങും? കുറച്ച് പേരിലല്ല വിഴുങ്ങുന്നത്, വളരെ കുറച്ച് പേരല്ല. കുട്ടികൾ വിഴുങ്ങാൻ ചാൻസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഒരു ടോക്സിസിറ്റി ഒഴിവാക്കാനുള്ളതും ഉണ്ട്. അപ്പോൾ ആ കണ്ടന്റ്, അപ്പൊ അങ്ങനെ അല്ലാത്ത കണ്ടന്റ്സ് വെച്ചിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതും ഉണ്ടാവും അതിൽ. പല കാരണങ്ങൾ കൊണ്ടാണ് അത് ഒരു വിവേചനം വരുന്നത് അല്ലേ ഡോക്ടർ? പിന്നെ ഈ കുട്ടികൾ എത്ര വയസ്സ് തൊട്ടിട്ടാണ് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കേണ്ടത്? തീരെ കുട്ടികളായിരിക്കും പല്ല് കിളിച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല. പിന്നെ അവരുടെ ഡെക്സ്റ്റിരിറ്റി ഒക്കെ ഓക്കെ ആയി ഒരു 3 years ഒക്കെ ആകുമ്പോൾ, ഒരു 2.5 years ഒക്കെ ആകുമ്പോൾ തുപ്പാറാവുമ്പോൾ മുതൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതുവരെ ബാക്കി പാരന്റ്സ് തന്നെയാണല്ലോ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് ഉള്ളിലേക്ക് വിടുന്നതിനൊക്കെ നല്ലത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഡോക്ടർ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ 2 നേരം പല്ല് തേക്കണം എന്ന് പറയുമല്ലോ. അപ്പോൾ രാത്രി നമ്മൾ പല്ല് തേച്ചിട്ട് കിടക്കുന്നു, പിന്നെ നമ്മുടെ വായിൽ ഫുഡ് പാർട്ടിക്കിൾ ഒന്നുമില്ല. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുന്നു, പിന്നെ രാവിലെ എണീക്കുന്ന ഉടനെ തന്നെ പല്ല് തേക്കാതെ നമുക്ക് എന്താ കഴിക്കണമെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുടിക്കാം. അപ്പം നമ്മുടെ ആ വായിലുള്ള ഗുഡ് ബാക്ടീരിയ ആണ്, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാറുണ്ട്. എനിക്ക് ഈ ഒരു കാര്യത്തിന് ഫാക്ച്വലി പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ടെക്നിക്കലി നോക്കി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പല്ല് തേക്കണ്ടേ. രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കുന്ന ഒരു ശീലമുണ്ട്. അതൊരു ശീലം ശീലമായിട്ട് വന്നതുകൊണ്ടാണോ? അത് ആയിരിക്കാം. ഐ കനോട്ട് സേ ദാറ്റ്. കാരണം അത് അങ്ങനെ ചെയ്യാവൂ എന്ന് പറയാൻ പറ്റില്ല. പല്ലേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ കഴിക്കാറുണ്ട് രാവിലെ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കാറ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ല, അതിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് അത് ബേസിക്കലി നമ്മുടെ വായിലിരിക്കുന്ന ഇപ്പോൾ അഴുക്ക് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ പാർട്ടിക്കിൾസ് അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെയർ ഫോം ചെയ്തിരിക്കുന്നു, പ്ലാക്ക് വരുന്നു. അതിന് റിമൂവ് ചെയ്യാന്നുള്ളതാണ് ബ്രഷിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ അല്ലേ? ഓക്കെ. സോ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പം ക്ലീൻ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്താലും കുഴപ്പമില്ല. മേക്ക് എ ഡിഫറൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗുഡ് ബാക്ടീരിയ ഗട്ടി പോയി അവിടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ് പറയുന്നത്. കൂടിയിട്ടുണ്ടോ അറിയില്ല. ഹൗ വിൽ യു നോ? ലൈക്ക് ഐ ഡോണ്ട് നോ. എനിക്ക് അതിൻ്റെ ഫാക്ട്സ് വൈസ് പറയാനായിട്ട് അതങ്ങനെയുണ്ട്, അതുകൊണ്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഐ ഡു ബ്രഷ് ബിഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ചിലപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, ചിലപ്പോൾ ബ്രഷ് ചെയ്യാതെ കിടന്ന് ഉറങ്ങാറുണ്ട്, ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബ്രഷ്.
ശരി. പലരും ടൂത്ത് പിക്ക് യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇത് ആക്ച്വലി നല്ലതാണ്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടീത്തിന്റെയും ഗമ്മിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പൊ പിന്നീട് മോണരോഗം, അവിടെ ഭക്ഷണ പദാർത്ഥമൊക്കെ കയറി നിന്ന് മോണരോഗം വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്ന ശീലം നല്ലതാണോ, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫുഡ് പാർട്ടിക്കിൾ മാത്രമല്ല നമ്മൾ അവിടെ എൻഗേജ് ചെയ്യുന്നത്. നമ്മൾ ആ കൂർത്ത ഭാഗം കൊണ്ട് അവിടുത്തെ ഗമ്മിലാണ് കുത്തുന്നത്. അപ്പൊ ആ കുത്തുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായി അവിടെ ഫുഡ് കയറിക്കുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അത് ഈ പറഞ്ഞ അതേപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവാം. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഫ്ലോസ് ചെയ്യാനാണ്. ഫ്ലോസ് എന്ന് പറഞ്ഞ സംഭവം, ഈ ഫ്ലോസ് തന്നെ വൃത്തിക്ക് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടല്ല ഉപയോഗിക്കുന്നെങ്കിൽ ദാറ്റ് ഓൾസോ ക്യാൻ ക്രിയേറ്റ് ദിസ് ഇഷ്യൂ. അപ്പൊ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്ന ഡെന്റിസ്റ്റുമാർ പറയുന്നത് ദാറ്റ്സ് ട്രൂ. അതുകൊണ്ട് ഒരു നമ്മുടെ ഗമ്മിനൊരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നല്ലത് ഫ്ലോസ് തന്നെയാണ്. ഫ്ലോസ് ആണ്. പക്ഷെ ഫ്ലോസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ അറിയണം. കാരണം വെച്ചാൽ നമുക്കാണെങ്കിലും ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ ഒരു ചെറിയ ബ്ലഡ് ടിഞ്ചൊക്കെ വന്നാലും ദർ ആർ പീപ്പിൾ ഹു എൻജോയ് ഇറ്റ്. ആ ഒരു ടേസ്റ്റ് ചിലപ്പം ചില ആൾക്കാർ ഓക്കെ നൗ ഇറ്റ്സ് ക്ലീൻ എന്നുള്ളൊരു ഫീലും ഉണ്ട്. ചിലപ്പോൾ അത് വരാൻ വേണ്ടി ചെയ്യുന്നവർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ അറിയില്ല, ഒരു 30-40% നമുക്ക് അവിടെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് ബോഡി ടെൽസ് യു ദാറ്റ് ഇറ്റ്സ് ഗോയിങ് സൗത്ത്. പ്രശ്നം അല്ല, ബ്ലഡ് വരുന്നതിന് മാത്രമല്ല, ഇൻ ജനറലി അവിടെ പല്ലിൻ്റെ ഏരിയയിലൊക്കെ ഒരു 30-40% ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ബോഡി ടെൽസ് യു സി ദർ ഇസ് എ പ്രോബ്ലം ഹിയർ. കാരണം അത് ഈ ട്രൈസ് ടു ഹീൽ ബൈ ഇറ്റ് സെൽഫ്. കുറച്ച് അക്കോമഡേറ്റിനൊക്കെ നോക്കും. പക്ഷെ ഇത് ഒരു പോയിന്റ് കഴിഞ്ഞ് പിന്നെ ഈ അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗംസിന്റെ പൊസിഷൻ മാറാനുള്ള ചാൻസ് കൂടുതലാണല്ലേ ഡോക്ടർ? പിന്നെ നമ്മൾ ഈ ചില കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ പല്ല് കേട് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാറില്ല. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലും പല്ലിന് ഇപ്പോൾ മോണരോഗങ്ങൾ, പല്ലിളകി പോകാനുള്ള സാധ്യത, പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും പല്ലിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരാറില്ലേ? ഇതെന്തുകൊണ്ടാണ് ഈ ഒരു കേസുകളിൽ നമുക്ക് പ്രഗ്നൻസിയിലായാലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലും പല്ല് കേട് വരാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മൂന്ന് വേറെ വേറെ ടോപ്പിക്സ് ആണ് ആക്ച്വലി. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിലാണ് വന്നെങ്കിലും ഈ ഗംസ് എന്ന് പറയുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബൈ ഇറ്റ് സെൽഫ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ദാറ്റ്സ് കോൾഡ് പെരിയോഡോണ്ടിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. സോ അതിലാണ് സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ളത്. MDS പെരിയോഡോണ്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ അതിലാണ് വരുന്നത്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗം ഇഷ്യൂസ് അല്ലെങ്കിൽ ഗം ഇൻഫെക്ഷൻസ് ഇതൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഹോർമോൺ ചേഞ്ചസ്. അത് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ അത് ഗംസിനെ എഫക്റ്റ് ചെയ്യും. കുറച്ചധികം ബാക്ടീരിയൽ കോളനൈസേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു ടൈമിൽ കുറച്ചധികം ക്രേവിങ്സും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ബോധേഡ് ആയിട്ടിരിക്കുന്നതും രാത്രി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇപ്പം ഇതുകൊണ്ട് തന്നെയും പിന്നെ ഈ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് കാരണം ഗംസിൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ഫോർ ട്രീറ്റിംഗ് എ പ്രഗ്നന്റ് ലേഡി എന്ന് പറഞ്ഞാൽ 2nd trimester ആണ്. സോ ഒരാൾക്ക് ഗമ്മിനൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ വരെ വെയിറ്റ് ചെയ്യാൻ എല്ലാ ഡെന്റിസ്റ്റും പറയും. കാരണം ഒരു ചെറിയൊരു മൂവ്മെന്റ് തന്നെ ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അത് നോബഡി ടേക്സ് ദാറ്റ് റിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ചിലപ്പോൾ പറയണമെന്നില്ല. അപ്പോൾ നമുക്കൊരു 3 months കഴിഞ്ഞ് കിട്ടുന്നത് ഗംസ് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലായിരിക്കും. പ്രായമായിട്ടുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോൾ ജീരിയാട്രിക്സ്. അത് എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ വരുന്നൊരു കാര്യമാണ്. പ്രോസ്റ്റോഡോണ്ടിക്സിലുള്ള ഒരു ഏരിയയാണ് ജീരിയാട്രിക് ഡെന്റിസ്ട്രി. അപ്പോൾ അതിൽ നമുക്ക് ഗംസിൻ്റെ ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യുന്നതും പെരിയോഡോണ്ടിക്സിൻ്റെ ഒരു കൊളാബറേഷനാണ്. ശരിക്കും പെരിയോഡോണ്ടൽ സ്പെഷ്യലിസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. അപ്പം നമുക്ക് ബേസിക്കലി എന്താ പറയുക, നമുക്ക് ഏജിങ് സംഭവിക്കുമല്ലോ. ഏജിങ് സംഭവിക്കുന്നത് പല്ലിനും എല്ലിനും മോണയ്ക്കും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രായമായ ആളുകളിൽ ഉണ്ടാവുന്ന മോണയിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് അത് വേറെ വലിയൊരു ടെക്സ്റ്റാണ്. ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ അത് ക്യാൻ ബി ദെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല്ലിൻ്റെ സപ്പോർട്ട് കുറയാം. എല്ലിൻ്റെ ബലക്കുറവ് കൊണ്ട് തന്നെ പല്ലിൻ്റെ സപ്പോർട്ട് കുറയാം. അതിലൊരുപാട് ജനറ്റിക്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ജനറ്റിക്കലി ഇപ്പോൾ അവർക്ക് ഒത്തിരി ഗം ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാരൻസിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കും വരാം.
വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിപ്പോൾ ഒരുപാട് പ്രായമാവണമെന്നില്ല, 30 വയസ്സിലും വരെ 25 വയസ്സിലും വരെ. ജെനറ്റിക്സ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പം ബേസിക്കലി ഒരാളുടെ പാരൻസിന് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നതൊക്കെ നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇഫ് യുവർ പാരൻസ് ഹാവ് ഗം ഇഷ്യൂസ്, ഡോണ്ട് ബി ലൈക്ക് സ്റ്റീഞ്ചി ഓൺ ഗോയിങ് ഫോർ എ ചെക്കപ്പ്. കാരണം അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ കാര്യം വരുമ്പം ഡയബറ്റീസ് ഇസ് എ ഡിഫറെൻറ്റ് ഏരിയ. ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് മോണരോഗം എന്ന് പറയുന്നത് അടുത്ത ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഏജ് പ്രോട്ടീൻസ്, AGE പ്രോട്ടീൻസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങൾ അവിടെ വായയുടെ മോണയുടെ ചുറ്റുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ക്യാൻ ആക്ച്വലി കോസ് എന്താ പറയുക, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് വിടാനും ഗമ്മിൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയൊക്കെ ഡയബറ്റീസ് ഉള്ള ആളുകൾ വളരെ കൂടുതലാണ്. യെസ്. അപ്പോൾ ഈ സിസ്റ്റമിക് ഇഷ്യൂ ഉള്ള ആളുകളിൽ ഏറ്റവും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓറൽ ഹെൽത്ത് ആണ്. ഓറൽ ഹെൽത്തിൽ ഗംസിൻ്റെ ഹെൽത്ത് ചിലപ്പോൾ അവർക്ക് കേടുണ്ടാവില്ല, പക്ഷെ മോണ പ്രശ്നമായിരിക്കും. അപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ളവർ ഇടയ്ക്ക് ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കേണ്ടത് വെരി ഇമ്പോർട്ടന്റ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഷുവർ ഷോർട്ട് തിങ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ഡെന്റൽ ചെക്കപ്പ്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇപ്പോൾ പ്രായമായവരുടെ കേസ് പറഞ്ഞില്ലേ, അപ്പം കുറേ പല്ലുകൾ കേടായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെ ഫുള്ള് വീട്ടുകാരാണ്. അല്ല, നമുക്കിത് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഗ്രാൻഡ് ഫാദർ ഈ ഫുള്ള് കളഞ്ഞിട്ട് സെറ്റ് വെച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ദിവസം ട്രാവൽ ചെയ്യായിരുന്നു, കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് നിർത്തി ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി കയറി വരുന്നില്ല. പുള്ളി ഭയങ്കര തപ്പലാണ്. എന്താന്ന് നോക്കിയപ്പോൾ പല്ല് ഊരിപ്പോയി. പല്ലാണ് ആ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ശരിക്കും ഈ ഒരു സെറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അത് പെർമനന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര വർഷം കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യണം, അങ്ങനെയുണ്ടോ? ഉണങ്ങാത്തൊരു മുറിവ് കൊണ്ട് ക്യാൻസർ ഉണ്ടാവാം എന്ന് പറയും. എന്തുകൊണ്ട് ഉണങ്ങാത്ത മുറിവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഒരു വലിയൊരു പെർസെൻറ്റേജ് ആളുകളുടെയും ഡയബറ്റീസ് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഡെന്റൽ ക്ലിനിക്കിൽ നിന്നായിരിക്കും. പണ്ടൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പല്ല് കമ്പിയിട്ട ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. ഒത്തിരി പേര് പുറത്താണ്, ചിലപ്പോൾ കമ്പിയിട്ട ആൾക്കാരൊക്കെ പുറത്തായിരിക്കും, പറയാൻ പറ്റില്ല. ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ അപ്പുറം ഇപ്പുറം ഒരുപോലെ മിറർ ഇമേജ് ആയിട്ട് ഇരിക്കില്ല. എല്ലാ മനുഷ്യർക്കും ജന്മന ഒരു ഏസിമെട്രി ഉണ്ടാവും. പല്ല് മോശമായതുകൊണ്ട് തന്നെ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ അപ്പിയറൻസ്, ഫേഷ്യൽ ഏസിമെട്രി. ഇന്നത്തെ ടോക്കിൽ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തു, 6 months കൂടുമ്പോൾ എന്തെങ്കിലും ഡെന്റൽ ചെക്കപ്പ് ചെയ്യും.